പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, ബൗൺസിങ് ബാക്ക് ഫ്രം ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് തോന്നുന്ന എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? ജീവിതത്തിൽ പിശാച് നമ്മളെ എങ്ങനെയെങ്കിലും താഴേക്ക് വലിച്ചോട്ട് പോകാൻ നോക്കും. ചിലപ്പോൾ നമ്മുടെ ജോലി അങ്ങ് നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനകത്ത് നമ്മെ കൊണ്ടാക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങൾക്ക് തകർച്ച സംഭവിക്കും. ഞാൻ പറയുവാണ്, നമ്മളിൽ പലർക്കും ഡിസപ്പോയിൻമെൻറ്റ് എങ്ങനെയാണെന്നുള്ള ടേസ്റ്റ് അറിയാം അല്ലേ? എന്നാൽ ഈ സ്ട്രഗിൾസിൽ നിന്നൊക്കെ എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് വലിയ കാര്യം. ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ നമുക്കെല്ലാ കാര്യത്തിലും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും നമുക്ക് നിരാശയെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 42:5, Psalms 42:5. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്ന എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്തോത്രം. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ കാണുന്നു, അവൻ അനുഗ്രഹിച്ചപ്പോൾ 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം കണ്ടത്. അതായത് അവർ പെരുകണം, അവർ നിറയണം, അവർ സകലത്തെയും അടക്കണം, എന്നിട്ട് അവർ വാഴണം. നമുക്കറിയാം, വാഴണം എന്നുള്ള വാക്ക് എപ്പോഴും രാജാക്കന്മാരെ സംബന്ധിച്ചുള്ള വാക്കാണ് അല്ലേ? അതായത് അവരങ്ങ് രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ വാഴണം. അങ്ങനെയാണ് ദൈവം അവരെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയത്. പക്ഷേ അവൻ്റെ ആ പെർഫെക്റ്റ് ക്രിയേഷനിലേക്ക് പാപം വന്ന് കയറി. പ്രൈസ് ഗോഡ്. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നു, അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് നാം ജീവിതത്തിൽ ഇനി വരുന്നതൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ. ഡിസ്കറേജ്മെൻ്റ് ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല, പക്ഷേ അത് സാത്താൻ്റെ ഒരു ഉപകരണമാണ്. നമ്മളിൽ ഹോപ്പ്ലെസ്നെസ് ഉണ്ടാക്കുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡിസപ്പോയിൻമെൻറ്റ്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ നമ്മെ എൻകറേജ് ചെയ്യുവാൻ തക്കവണ്ണം പല സങ്കീർത്തനങ്ങളിൽ കൂടെയും ശ്രമിക്കുന്നത്. 13-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ, Psalms 13:1-2, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ കൊണ്ട് മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്ന് ഇരിക്കും? നിശ്ചയമായിട്ടും ടൈം ടു ടൈം നാമോ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഓർത്തിട്ടില്ലേ? ദൈനംദിന ജീവിതത്തിൽ പ്രഷർ കൂടുമ്പോൾ ആ പ്രഷർ ഒന്ന് റിലീവ് ചെയ്യുവാൻ ഹല്ലേലൂയ നാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും അല്ലേ? ദാവീദിന് ഹൃദയം നുറുക്കത്തോടെ കരയുവാൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്. സങ്കീർത്തനം 13:5-6 ഒന്ന് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. നമ്മൾ എത്ര ഡിസപ്പോയിൻറ്റഡ് ആയാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സാധിപ്പിച്ചിരുന്നൊരു കർത്താവുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ദാവീദിനുണ്ടായിരുന്നതുകൊണ്ട് താൻ പറയുന്നു, സങ്കീർത്തനം 13:5-6, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. എല്ലാ സൃഷ്ടിയുടെയും സോവറിനായിട്ടിരിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ നമുക്ക് തരുന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം നമുക്ക് പ്രത്യാശ തരും, സഹായം തരും. കുഞ്ഞെ, നീ നിരാശപ്പെട്ടിരിക്കുവാണെങ്കിൽ
ദൈവത്തോട് പറ, കർത്താവേ നീ എനിക്കൊരു കോൺഫിഡൻസ് തന്നിട്ട് എൻ്റെ ഫീലിങ്സ് എല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ അവനെ സ്തുതിക്കാൻ തുടങ്ങ്. അവൻ്റെ സ്നേഹത്തിന് വേണ്ടി, അവൻ്റെ കെയറിന് വേണ്ടി അവനെ സ്തുതിക്കാൻ തുടങ്ങ്. നിരാശയുടെ ബന്ധനങ്ങളെ അവൻ പൊട്ടിച്ചു കളയും. സാത്താൻ്റെ പിടിയിൽ നിന്ന് അവൻ നമ്മെ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് വറിയടിച്ച് പോകരുതേ. ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം കൂടെ എടുത്ത് തലയിലോട്ട് വെക്കരുതേ. കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകരുതേ. നീ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് സംഗതികൾ പോകും. ജീവിതത്തിൽ അങ്ങനെയൊക്കെ നാം കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ ഡിഗ്രിയോടെ പഠിച്ച് ആഗ്രഹത്തോടെ വന്നിട്ട് അവസാനം ഇൻഷുറൻസ് സെല്ല് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ നാം വായിച്ചിട്ടുണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. ചില എഴുത്തുകാർ വലിയ നോവലൊക്കെ എഴുതിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ വണ്ണം പൊട്ടിപ്പൊട്ടിച്ച് കിടക്കുന്നത് നാം കാണാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം നടക്കണമെന്നില്ല. എന്നാലത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ എഫക്റ്റ് ഉണ്ടല്ലോ, ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ട് ചിലപ്പോൾ തീരും. ഈ ഡിസ്കറേജ്മെൻ്റ് എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഒന്നുമല്ല. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിനകത്ത് ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് നടന്നു പോകുന്ന ഒരു പോക്ക്. അവർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുക. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ആ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ തർക്കിച്ചും വാദിച്ചും സംസാരിച്ചും കൊണ്ട് പോകുമ്പോൾ യേശു അവരോടുകൂടെ ചേർന്ന് നടന്നു. ആ ഡിസ്കഷനെല്ലാം കാണിക്കുന്നത് അവരങ്ങ് ഒപ്രസ്ഡ് ആയിരിക്കുക, അവരങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുക, അവർക്കൊന്നിനും ഉത്തരവില്ലാതിരിക്കുക. പക്ഷേ ആ നിരാശപ്പെട്ട് നടക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഒരു അപരിചിതനെ പോലെ ചേർന്ന് യേശു നടക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴും അവർ വാടിയ മുഖത്തോടെ നിൽക്കുക. അവനാരാണെന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറയുക, സകലജനത്തിന് മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് ഒക്കെയാണ് ഞങ്ങൾ പറയുന്നത്, നിനക്കതൊന്നും അറിയാൻ പറ്റില്ലെന്ന് അവരോട് തന്നെ, യേശുവിനോട് തന്നെ അവർ ചോദിക്കുക. ദൈവമക്കളെ, യേശു അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 25 വാക്യത്തിൽ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. എന്താ വിളിച്ചത് അങ്ങനെയുള്ളവരെ? നിരാശയിൽ കിടക്കുന്നവരെ തീർച്ചയായിട്ടും കർത്താവ് വിളിക്കും മന്ദബുദ്ധികളെന്ന്. നമ്മെ ഇതുപോലെയൊക്കെയുള്ള വചനങ്ങൾ ദൈവം കേൾപ്പിക്കുന്ന എന്തിനാണെന്നറിയാവോ? പ്രത്യാശയുള്ളവരായിട്ട്, ഉറപ്പുള്ളവരായിട്ട് നിൽപ്പാൻ. യേശു ചോദിച്ചു, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? എന്നാൽ അവർ താമസിക്കുന്നിടത്തെത്തിയപ്പോൾ യേശു മുന്നോട്ട് പോകാനുള്ള ഭാവം കാണിച്ചെങ്കിലും അവരുടെ കൂടെ യേശു താമസിച്ചു. അവരുമായിട്ട് ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നിട്ട് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഓർത്തോണം, ഒരു സഹോദരൻ നിൽക്കുന്നത് പോലെ, ഒരു സ്നേഹിതൻ നിൽക്കുന്നത് പോലെ നമ്മുടെ നിരാശയുടെ എല്ലാ ഘട്ടത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്നവനാണ് നമ്മുടെ യേശു. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുതേ. യേശു നിന്നെ വിട്ടിട്ട് പോയിട്ടില്ല. നീ എത്ര ഡിസ്കറേജിങ് സർക്കംസ്റ്റൻസസ് കൂടെ പോയാലും അവൻ നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അവൻ നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കും. അവൻ നമുക്ക് ആശ്വാസം തരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ട് അവൻ തീർക്കുകയും ചെയ്യും. സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നിരാശയിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുവാൻ
കർത്താവെ, ഹോപ്പ്ലെസ്നെസ്സിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിന് നിന്നിൽ വിശ്വസിപ്പാൻ, നിൻ്റെ തിരുവചനത്തിൽ വിശ്വസിപ്പാൻ, ഉറപ്പുള്ളവരായി നിൽപ്പാൻ എല്ലാം നീ ഞങ്ങളെ സഹായിക്കണം.